ഇന്ന് എല്ലാ വീടുകളിലും കുട്ടികൾക്കായിട്ട് പ്രത്യേക റൂം തന്നെ ഉണ്ടായിരിക്കും. അത് വളരെ കളർഫുള്ളായിരിക്കും. അപ്പോൾ അതിന് മാച്ചായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളർഫുൾ ഫോട്ടോ ഫ്രെയിമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോം ഷീറ്റ് വേണം, കത്രിക, സ്കെയില്, പശ, പിന്നെ ഒരു പെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു ഫോം ഷീറ്റ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ 4 വശങ്ങളും 4 മൂലകളും ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ്. റൗണ്ടിൽ കോർണർ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ചതുരത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്യാനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 4 സൈഡും നമ്മൾ ഇതുപോലെ വരച്ചു. ഇനി ഇതിൻ്റെ ഉൾവശവും ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ 4 വശവും കട്ട് ചെയ്തു. ഇനി ഉൾവശവും ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി വേറെ ഒരു കളർ, അതിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ വെച്ച ശേഷം ഇതേപോലെ വരച്ചെടുക്കണം. അപ്പോൾ ഉള്ളിലെ പീസ് അതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോം ഷീറ്റ് വെച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 4 വശവും ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ഉൾവശം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ കോർണറും റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ ചെറിയ കാർഡ്ബോർഡ് പീസുകൾ വെച്ചിട്ട് 3 വശവും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫോട്ടോ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണിത്. മൂന്ന് വശം ഒട്ടിച്ചു. ഇനി അതിന് ശേഷം ഇതിൻ്റെ മേൽവശത്തായിട്ട് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഇനി ഉൾവശത്ത് കാർഡ്ബോർഡ് കാണുന്ന വശത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ബ്ലൂ കളറുള്ള ഷീറ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ചു. അതിനുശേഷം മേൽവശത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പിങ്ക് കളറുള്ള ഷീറ്റും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതും നമ്മൾ ഒട്ടിച്ചു. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ 2 ഫ്രെയിമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിം അലങ്കരിക്കുന്നതിനുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്വീറ്റ് എന്ന് എഴുതിയ ഒരു പേപ്പർ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതേപോലെ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. പല കളർ ഫോം ഷീറ്റിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ S, W അങ്ങനെ ഓരോ അക്ഷരമായിട്ട് നമ്മൾ എഴുതിയെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ പീസ് ലെറ്ററും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അത് വേറെ ഒരു ഫോം ഷീറ്റിൻ്റെ മേലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ എല്ലാ ലെറ്ററും ഒട്ടിച്ചെടുത്തു. ഇനി ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് പൂർണ്ണമായും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പൂവ് കടലാസിൽ വരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഫോം ഷീറ്റിൻ്റെ മേലെ വെച്ച് വരച്ചെടുക്കാം. അപ്പോൾ പല കളർ പൂക്കൾ വേണം. അതുകൊണ്ട് നമ്മൾ കുറേ ഫോം ഷീറ്റ് ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമ്മളിതാ കുറേ പൂക്കൾ കട്ട് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ നടുക്ക് ഇതേപോലെ ഒരു റൗണ്ട് വെച്ച് കൊടുക്കാം. പൂമ്പൊടി കണക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു പീസാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കുത്തുകളൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ബോ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പിങ്ക് കളറുള്ള ഒരു ബോ ഷീറ്റ് എടുത്തിട്ട് ബോ വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി അതേപോലെ ഒരു ഓറഞ്ച് ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വലുപ്പം കൂടുതലാണ്. ഇനി ആദ്യം ഉണ്ടാക്കിയ ചെറിയ ബോ ഈ വലിയ ബോയുടെ മേലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ കുറേ കുഞ്ഞിപ്പൂക്കളും ലവ് സൈനും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതേപോലെ ഒരു ബോ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പീസാണ് വേണ്ടത്. ഇത് നമ്മൾ 2 ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 പീസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുറച്ച് കട്ടിയാക്കി 2 എണ്ണം വെച്ചിട്ട് ഇനി രണ്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഒറ്റ ഫ്രെയിമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അലങ്കരിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതൊക്കെ നമുക്കിതിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ബോ, അതേപോലെ പൂക്കൾ, അതേപോലെ ലവ് സൈന്, അതേപോലെ ഈ സ്വീറ്റ് എഴുതിയത് എല്ലാതും നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഭംഗിയുള്ളൊരു കുഞ്ഞി പെൺകുട്ടിയുടെ മുഖം കൂടെ അതിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു മുഖത്തിൻ്റെ ഷേപ്പിൽ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന് വെക്കുന്നതിന് വേണ്ടി മുടി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ഓറഞ്ച് പീസ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് മുടി പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അയൺ ബോക്സ് വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ നല്ല സ്പ്രിങ് ആയിട്ട് മാറും, കുറച്ച് ചുരുണ്ട മുടികളായിട്ട് തോന്നും. ഇനി നമുക്ക് ഈ മുഖത്തിൻ്റെ ഷേപ്പുള്ള ഫോം ഷീറ്റിൻ്റെ മേലെ ഇത് ഒട്ടിച്ച് വെക്കാം. ഇനി നമുക്ക് ഈ മുടി കെട്ടിക്കൊടുക്കാം.
അപ്പോൾ ഇതേപോലെ മുടി കെട്ടിയെടുത്തു. ഇനി താഴേക്ക് വെച്ച് ഒട്ടിക്കാം. ഇനി ഇതേപോലെ 2 കുഞ്ഞി ബോ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞുവാവ റെഡി ആയിട്ടുണ്ട്. കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 എണ്ണം റെഡിയാക്കിയിട്ട് നമുക്കിത് ഈ ഫ്രെയിമിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഉള്ളിലായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഇട്ട ശേഷം ഇത് അവരുടെ റൂം അലങ്കരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം.